അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരുപാട് വാർത്തകൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ കേൾക്കുകയുണ്ടായി. പ്ലസ് വണ്ണുകാരൻ കത്തി കൊണ്ട് 9ാം ക്ലാസ്സുകാരൻ്റെ കഴുത്തിന് കുത്തി. പ്ലസ് വണ്ണുകാരൻ അധ്യാപകനോട് കുലവിളി മുഴക്കി മൊബൈൽ തന്നില്ല എങ്കിൽ കൊന്നു തള്ളുമെന്ന് ഭീഷണിപ്പെടുത്തി. 24കാരൻ സ്വന്തം ഉമ്മായെ കഴുത്തറുത്ത് കൊന്നു തള്ളി. ഇവിടെയൊക്കെ വില്ലൻ ആരാണെന്ന് അറിയുമോ? യഥാർത്ഥ വില്ലൻ ദേഷ്യം, കോപം, കലി കയറിയതാണ്, കലിപ്പ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഔസിനി എന്നോട് വല്ലതും വസിയത്ത് ചെയ്യുമോ? സ്വർഗം പുൽകാൻ പോകുന്ന ഒരു കാര്യം വസിയത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ലാ തഗ്ളബ്, നീ ചൂടാവരുത്, പ്രഷർ കയറരുത്, അൺകൺട്രോളബിൾ ആവരുത്. പ്രിയമുള്ളവരെ, ലൈസ ശരീദു ബിസ്സുറാത്തി, ശക്തിമാൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കീഴ്പ്പെടുത്തുന്നവനല്ല, ഭീഷണിപ്പെടുത്തുന്നവനല്ല, എൻ്റെ മൊബൈൽ തന്നില്ലെങ്കിൽ കൊന്നു തള്ളുമെന്ന് പറയുന്നവനല്ല ധീരൻ, ശക്തൻ. അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, അത്തരം ഘട്ടത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നേടുന്നവനാണ്. ഒരു നിമിഷ നേരത്തെ കലി കാരണത്താൽ സ്വന്തം ഉമ്മയെ കൊന്നു, സ്വന്തം അധ്യാപകനോട് കൊലവിളി മുഴക്കി, സഹപാഠിയുടെ കഴുത്തിലേക്ക് കത്തിയിറക്കി. അത്തരം ഘട്ടത്തിലൊക്കെ നിയന്ത്രിക്കാൻ കഴിയണം. ഫസബുറുൻ ജമീൽ, ഖുർആന്റെ അധ്യാപനമാണ്. ഫസബുറുൻ ജമീൽ, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്രായത്തിൽ തന്നെ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന കുട്ടികളുണ്ടാവും. കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരം സ്വഭാവമുള്ള കുട്ടികളുണ്ടാകും. ആ കുട്ടികൾ നോർമലായിരിക്കുന്ന സമയത്ത് ക്ഷമയുടെ പ്രാധാന്യവും പ്രസക്തിയും അത്തരം കഥകളുമൊക്കെ കുട്ടികളെ പറഞ്ഞു കേൾപ്പിക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പൊന്നോമന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ ബിന്യാമീൻ, 2 കുട്ടികളെ നഷ്ടപ്പെട്ടപ്പോഴും ഫസബ്റുൻ ജമീൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത്തരം കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നബിതങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ഉമ്മ ഒരു ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് കരയുകയാണ്, അട്ടഹസിക്കുകയാണ്, ആർപ്പ് വിളിക്കുകയാണ്. നോക്കുമ്പോൾ ആ ഉമ്മാൻ്റെ കുട്ടി മരണപ്പെട്ടു, ആ ഖബറെടുത്താണ് കരയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ ചെയ്യരുത്. ഉമ്മ പറഞ്ഞു, ഇലേക്കാരനെ നിന്റെ പാട്ടിന് പോയിക്കോ, എനിക്കെത്തി അതേ ഒരു ബുദ്ധിമുട്ട് നിനക്കെത്താത്തത് കൊണ്ടാണ്. പക്ഷേ നബിതങ്ങൾ പോയപ്പോൾ ആരോ പറഞ്ഞു ഉമ്മാനോട്, അത് മുത്തുനബിയാണ്. ആ ഉമ്മാക്ക് സങ്കടം തോന്നി. ഉമ്മ ഉടനെ തന്നെ നബിതങ്ങളെ അടുത്തേക്ക് ഓടിച്ചെന്ന് എക്സ്ക്യൂസ് പറഞ്ഞു. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്വബറു ഇൻദ സ്വദമത്തിൽ ഊല, പ്രഥമഘട്ടത്തിൽ ക്ഷമിക്കാൻ പറ്റണം. എല്ലാം കഴിഞ്ഞിട്ട് കോടതി ഇറങ്ങിയിട്ട് മുറ തിരിഞ്ഞുകൊണ്ട് കാര്യമല്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടാവും. ജീവിതം എപ്പോഴും പട്ടുമെത്ത ആയിരിക്കില്ല, സ്വർഗീയ ലോകമായിരിക്കില്ല. ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ടാവും, ഒരു മരുഭൂമിയിൽ ഒരു മരുപക്ഷയുണ്ടാവും, ഒരു രാവിനൊരു പകലുണ്ടാവും. സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. എപ്പോഴും കാമായി, എപ്പോഴും ഹാപ്പിയായി, വളരെ സ്മൂത്തായി നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊള്ളണമെന്നില്ല. പല നിമിഷങ്ങളും നമ്മുടെ ലൈഫിൽ കടന്നു പോവാം. ആ സമയത്തൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുമുള്ള പക്വതയും തൻ്റെടവും ഒക്കെ നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും, നാമുമായി ഇടപഴകുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന, നാം ബന്ധപ്പെടുന്ന എല്ലാവരെയും അവരുടെ സ്വഭാവം നന്നാക്കിയെടുക്കുവാനും ദേഷ്യം നിയന്ത്രിക്കുവാനും
പഠിപ്പിക്കുക നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ.